സുഹൃത്തുക്കളെ, ഞാനിവിടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒത്തിരി വീഡിയോ ഇടുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ മനുഷ്യനെ ഇത്രയും പറയുവാൻ അയാൾക്ക് എന്ത് അർഹതയാണുള്ളത്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് അനുഭാവികളോട്, സുഹൃത്തുക്കളോട് വളരെയധികം സഹതാപമുണ്ട്. അവർ നല്ല മനുഷ്യർ ഒത്തിരി പേരുണ്ട്, വിവരമുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് ചില കമ്പൽഷൻസാണ്. ആ കൂട്ടത്തിലങ്ങ് പെട്ടുപോയി. അതുകൊണ്ട് ഈ മനുഷ്യനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അവരെക്കുറിച്ച് പറയാനല്ല. എനിക്ക് പറയാനുള്ളത്, ഇന്നാണോ ഇന്നലെയോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അങ്ങ് വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രധാനമായിട്ടും ഉത്തർപ്രദേശുള്ളത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാറിൽ നിന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ഡൽഹിയിൽ നിന്ന് പോരും. ബസ്സുകൾ പിടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് കുറേ പേരെ കൊണ്ടുവന്നു. പ്രധാനമായിട്ടും അവർക്ക് കൂലി കൊടുത്ത്, കൂലിപ്പട്ടാളം, കോൺഗ്രസിൻ്റെ കൂലിപ്പട്ടാളം. കോൺഗ്രസ്സിനല്ലാതെ പ്രവർത്തകരെ കിട്ടാനില്ല. കൂലി കൊടുത്ത് ബസ് എടുത്തിട്ട് വാടക കൊടുക്കുകയൊന്നുമില്ല. കോൺഗ്രസ് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ വാടക കൊടുക്കാറില്ല, ഗതികേട്. അപ്പോൾ അങ്ങനെ ഡൽഹിക്ക് വന്ന ഒരു 10,000-ന് മുകളിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അതിനുശേഷമോ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും. അതിലെ ഫോക്കസ് വോട്ട് ചോരിയാണ്. വോട്ട് ചോരിയും ഡൽഹിയിലെ പൊല്യൂഷൻ, ഡൽഹിയുടെ അന്തരീക്ഷ മലിനീകരണവും കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് നമ്മുടെ ബുദ്ധിമാനായ രാഹുൽ ഗാന്ധി. അതായത് വോട്ട് ചോരി മൂലമാണ് ഡൽഹിയിലെ പ്രദൂഷണം അല്ലെങ്കിൽ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം ഡൽഹിയിലുണ്ടാകുന്നത് വോട്ട് ചോരി മൂലമാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അത് കേട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ കൈയടിക്കുന്നു. എന്തൊരു ആഭാസമാണ്, എന്തൊരു വിരോധാഭാസമാണ്. എനിക്ക് സഹതാപമേ ഉള്ളൂ കോൺഗ്രസ് നേതാക്കളോട്. അവരുടെ പാർട്ടിയിൽ കുറച്ചുകൂടി ഇമാജിനേറ്റീവായിട്ടുള്ള, അതായത് രചനാത്മകമായിട്ട് ചിന്തിക്കുന്ന, സദ്ബുദ്ധിയുള്ള, വിവേകമുള്ള നേതാക്കന്മാർ അവരുടെ ഇടയിലില്ലേ? അങ്ങനെയുള്ളവരുടെ ദാരിദ്ര്യമാണോ, അവരുടെ അഭാവമാണോ ഈ മനുഷ്യൻ കോൺഗ്രസിൻ്റെ നേതാവായത്, കോൺഗ്രസിൻ്റെ രാജാവായത്? അല്ല, അയാളൊരു ഡൈനാസ്റ്റിയിൽ നിന്നുള്ള, നെഹ്റു ഡൈനാസ്റ്റി. അതിൻ്റെ പാരമ്പര്യമൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. അവരുടെ പാരമ്പര്യം പറയുവാണെങ്കിൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. ഞാനും ആദ്യം പലരും പറഞ്ഞതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പിന്നെ ഡേറ്റ തപ്പിപ്പോയപ്പോൾ ഇവരുടെ പാരമ്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് അവർ കോൺഗ്രസ് മുസ്ലിം പാർട്ടിയാണെന്നൊക്കെ പറയുന്നതെന്നും എന്തുകൊണ്ടാണ് രാജ്യവിരുദ്ധനായി രാഹുൽ മാറിയതെന്നും അവരുടെ പാരമ്പര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് പോട്ടെ. അപ്പോൾ ഡൽഹിയിലെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞത്, കൈയടിക്കാൻ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, വാടകയ്ക്കെടുത്ത ആൾക്കാർ അവർ കൈയടിക്കും. എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അവർ കൈയടിക്കും. അപ്പോൾ ഡൽഹിയിലെ പ്രദൂഷണവും അന്തരീക്ഷ മലിനീകരണവും വോട്ട് ചോരി എന്ന് ക്ലബ് ചെയ്യുക. വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ വെറും ഒരു കുമളയാണ്. അതങ്ങ് പൊട്ടിപ്പോയി, ചീറ്റിപ്പോയി. പൊട്ടാത്ത ഹൈഡ്രജൻ ബോംബോ എന്നൊക്കെ അയാൾ പറഞ്ഞത്. ഒന്നും പൊട്ടിച്ചില്ല. ഓരോ ദിവസവും എഴുന്നേറ്റ് വന്ന് പറയും, ഇപ്പം പൊട്ടിക്കും, എല്ലാം ചീറ്റിപ്പോയി. നമുക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ, രാജ്യസഭയിലാണോ അതോ ലോക്സഭയിലാണോ, രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയുന്നതെന്ന് അയക്ക് തന്നെ വിളിയില്ല. ഇങ്ങനെ പറഞ്ഞ് കത്തിക്കയറുക. പുറയിലിരുന്നുകൊണ്ട് അണ്ണന്മാരൊക്കെ കേരളത്തിൽ നിന്ന് പോയ 18 ഉണ്ടല്ലോ, അവർ കൈയടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് കൈയടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കൈയടിച്ചില്ലെങ്കിൽ
എന്ത് സംഭവിക്കും എനിക്കറിയത്തില്ല. ഏതായാലും അവർ കൈയടിച്ചുകൊണ്ടിരുന്നു. എന്താണെന്നറിയാമോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് വീരശൂര പരാക്രമിയായ സാക്ഷാൽ അമിത് ഷാ ഞെട്ടിവിറച്ചെന്ന്. ഭയപ്പെട്ടു പോയി നമ്മുടെ അമിത് ഷാ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടിട്ട് എന്നാണ് ആ വിടുവായൻ പാർലമെൻറ്റിൽ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഓർക്കുകയാണ്, ഒരു പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ കാണുന്ന ഒരു സംഭവം. അവിടെ വെച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ, നമ്മളെല്ലാം സ്നേഹിക്കുന്ന ആരാധിക്കുന്ന, ഇന്ത്യയുടെ എല്ലാ സെക്യൂരിറ്റിക്കും എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലുള്ള ഒരു വലിയ മനുഷ്യൻ, അയാളെ അപമാനിക്കുക, വെറുതെ അങ്ങ് അപമാനിക്കുക. ഒരു ചിലവുമില്ലല്ലോ, ചുമ്മാ അങ്ങ് കത്തി കയറിയാൽ മതി. സപ്പോസ് ഞാൻ ഇങ്ങനെ ഫ്ലാഷിനാ കൂടെ പോവുക, ഒരു മുഴുക്കുടിയൻ എന്നെ വിളിച്ച് അപമാനിക്കുക. എടൂ, താൻ ആരോടു, തന്നെ എനിക്കറിയാവിടൂ, താൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, എനിക്കറിയാം തനിക്ക് എന്നെ പേടിയാന്ന്, താൻ എന്നെ കാണുമ്പോൾ വിറക്കിയല്ലേ എന്നൊരു മുഴുക്കുടിയൻ നല്ലൊരു ഭ്രാന്തൻ വിളിച്ചു പറഞ്ഞാൽ എന്താണ് നമുക്ക് തോന്നുക? നമുക്കെന്തോ അപമാനിതനായിട്ട് തോന്നില്ലേ? ആ മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പം വല്ല വ്യക്തിവൈരാഗ്യം കാണുമായിരിക്കും. അതിന് പകരം രണ്ടെണ്ണം അടിച്ചിട്ട് വെറുതെ ഇൻസൾട്ട് ചെയ്യുക. അതുപോലെ ഒരു മുഴുക്കുടിയനെ പോലെയാണ് എനിക്ക് രാഹുൽ ഗാന്ധിയെ തോന്നിയത്. രാഹുൽ ഗാന്ധിക്ക് കാതലായിട്ടൊന്നും പാർലമെൻറ്റിൽ പറയാനില്ല. അതുകൊണ്ട് അമിത്ഷായ്ക്ക് ധൈര്യമില്ല. അമിത്ഷാ എൻ്റെ പ്രസംഗം കേട്ട് വിറച്ച് നിൽക്കുകയാണ്. എന്നെ പേടിച്ച് മോദി പാർലമെൻറ്റിൽ വരുന്നില്ല. ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. എന്തൊരു കഷ്ടമാണ്. ഇതിനാണോ നമ്മൾ ലോക്സഭ ഇത്രയും പണം മുടക്കി ലോക്സഭയിൽ ഡിബേറ്റുകൾ നടത്തുന്നത്? പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാനാണോ? നമുക്കറിയാം, അമിത്ഷായെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ട. 370 എടുത്തു കളയാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത്, കശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ രാജ്യത്തോട് ചേർത്തത്. അന്ന് പട്ടേൽ എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ പട്ടേലിന് എന്താണോ ചെയ്യാൻ പറ്റാത്തത്, അത് ഇവിടെ മോദിയും അമിത്ഷായും കൂടി ചേർന്ന് ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ 2 രാജ്യമായിരുന്നു, ഒന്ന് കാശ്മീർ എന്ന രാജ്യവും ഒന്ന് ഭാരതം എന്ന രാജ്യവും. കാശ്മീരിനെ ഭാരതത്തോട് ചേർത്തു. അത് പ്രധാനമായിട്ടും അമിത്ഷായുടെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുണ്ട്. ആ മനുഷ്യൻ ആരെയാണ് പേടിക്കുന്നത്? അയാൾക്ക് ആരെയാണ് പേടിയുള്ളത്? നമ്മളൊന്ന് ഓർക്കണം. അങ്ങ് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷാ, അല്ലേ? എത്ര ഭീകരന്മാരെ വെടിവെച്ചു കൊന്നു. അവരുടെ പേര് സൊറാബുദ്ദീനോ അങ്ങനെ ഒരു വലിയ ഭീകരനെ വെടിവെച്ചു കൊന്നു, അല്ലേ? പിന്നെ അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസ് കേസുകൾ പലതെടുത്തു. പല കൊലപാതകങ്ങൾക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിൽ അമിത്ഷായാണെന്ന് പറഞ്ഞ് കള്ളക്കേസെടുത്തു. അതൊക്കെ കോടതി വലിച്ചു കീറി വേസ്റ്റ് ബോക്സിലിടുകയാണ് ഉണ്ടായത്. അതാണ് അമിത്ഷാ. പിന്നെ അമിത്ഷാ ഈ സമീപകാലത്ത് കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രാജ്യത്ത് നിന്നും ഈ നക്സലിസം തുടച്ചു നീക്കാനാണ്. നക്സലിസം ശരിക്കും ഇന്ത്യയുടെ ബാക്ക്വേർഡ് ഏരിയാസിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് വിപ്ലവമൊന്നുമില്ല, അതിനകത്ത് ഭീകരവാദം. അതായത് പാകിസ്ഥാനിൽ നിന്നും ഖാലിസ്ഥാൻ എന്ന മൂവ്മെൻറ്റിൽ നിന്നും ധാരാളം പണം സ്വീകരിച്ച്, ഇവൻ LTT പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൊടുത്തിരുന്നാണ് പറയുന്നത്, ഉണ്ടാക്കിയൊരു സംഘടനയും ഇന്ത്യ നശിപ്പിക്കാൻ വേണ്ടി, പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയല്ല, പാവങ്ങൾക്ക് അവിടെ സർക്കാർ ധനസഹായം ചെയ്യുന്നതിനെ തടയുകയാണ് യഥാർത്ഥത്തിൽ ഈ നക്സൽസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നക്സൽ 1 കോടി തലയ്ക്ക് വില പറഞ്ഞ നക്സലുകളെ വരെ കൊന്നുകളയുകയോ, നമ്മുടെ സായുധ സേന കൊന്നുകളയുകയോ, അല്ലെങ്കിൽ അവരെ കൈയോടെ പിടിക്കുകയോ, മറ്റു പല ഇൻഫേമസ് ആയിട്ടുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള നക്സൽസ് ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ഉണ്ടായത്. നക്സലിസം 1 അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഭാരതത്തിൽ നിന്നും അമിത്ഷാ തുടച്ചു നീക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു അമിത്ഷാ, അദ്ദേഹം ഈ മനുഷ്യൻ്റെ പപ്പു എന്ന് വിളിക്കുന്ന ഒരു ഭ്രാന്തൻ്റെ പുലമ്പൽ കേട്ട് വിറയ്ക്കുക. കഷ്ടം. എന്താ ചെയ്യുക? നമ്മൾ ഒന്നേ ചെയ്യാനുള്ളൂ. ഇവന്
നല്ല മറുപടി കൊടുക്കും. ഇവനിനി ആകെയുള്ള കച്ചിത്തുരുമ്പ് കേരളമാണ്. കേരളത്തിൽ ഇവനെ ഒരു സീറ്റ് പോലും കൊടുക്കരുത്. നമ്മളുടെ നിയമസഭാ സീറ്റിൽ LDF UDF വോട്ട് ചെയ്യരുത്. അവരെപ്പോഴും ഒന്നാണെന്ന് നമ്മൾ മറക്കരുത്. അവരൊന്നാകുന്നത് നമുക്കെതിരെയാണ്, മറ്റൊന്നുമല്ല. അവിടെ ഇവിടെ രണ്ടായിട്ട് നിൽക്കുകയോ മറ്റിടങ്ങളിലൊക്കെ ഒന്നായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവർ നമ്മളെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവരാണ്. നമ്മൾ